Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Prayer പറഞ്ഞോട്ടാ. Good morning, everyone. I'm Shruti Suresh, and today's prayer. Dear Lord, help me through my education. I want to better myself and grow in my career. Give me the strength to do so. Help me through all my classes and course. Help me keep focus and never lose heart. Thank you. Signing of the day. Sign in. Good morning, everyone. I warmly welcome Abharnama and all my dear friends to today's online class. Let us begin the section with a positive mind and enthusiasm to learn. Thank you. Thought of the day. Good morning, everyone. Happiness is not the absence of problems, it's the ability to deal with them. Thank you. ഓക്കെ ലാസ്റ്റ് ക്ലാസ്സില് നമ്മള് ഇന്റർവ്യൂവിന്റെ കുറച്ച് കാര്യങ്ങൾ ഇന്റർവ്യൂ ടൈമിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അല്ലേ? അതിന് ഓർമ്മയുണ്ടോ അത്? എന്തൊക്കെയായിരുന്നു? ഓർത്ത് പറഞ്ഞാൽ മതി. ഓർമ്മയില്ല? കറക്റ്റ് സമയത്ത് ചേർക്കണം. ഓക്കെ. അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യന് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യണം. കോൺഫിഡന്റ് ആയിട്ട് പറയണം. കോൺഫിഡന്റോട് പറയണം. ക്വസ്റ്റ്യൻ ചോദിച്ച ഉടനെ പറയരുത്. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അപ്പൊ തന്നെ പറയരുത്. ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്തിട്ട് വേണം പറയാൻ. നമ്മൾ പോകുന്ന കമ്പനിയെ കുറിച്ച് പഠിക്കണം എന്ന് പറഞ്ഞോ? ഡു ഹോംവർക്ക്. നമ്മള് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണോ ഇന്റർവ്യൂവിന് പോകുന്നത് ആ ഇന്റർവ്യൂ ചെയ്യുന്ന കമ്പനിയെ കുറിച്ച് നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ ഇവരെ കുറിച്ച് ഗൂഗിളിൽ നിന്നും അല്ലെങ്കിൽ മറ്റേ ഇപ്പോ കൂടുതൽ ഇൻഫർമേഷൻ ഒക്കെ ഇങ്ങനെ കിട്ടും, അത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് വെക്കണം. ഒരു നോട്ട് കൂടെ കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും അല്ലെ? അത് പറഞ്ഞില്ലേ? ഓക്കെ, നമ്മൾ സക്സസും കാര്യങ്ങളും ഹൈലൈറ്റ് ചെയ്യണം. നമുക്ക് ഇതിന്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ പറയണം. കോൺഫിഡന്റ് ആയിരിക്കണം, ബട്ട് നോട്ട് സുപ്പീരിയർ. നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് വേണം ആൻസർ പറയാനായിട്ട്. സുപ്പീരിയർ ആവാൻ പാടില്ല. അവരെക്കാളും കൂടുതൽ നോളജ് നമുക്ക് അറിയാം എന്നുള്ളൊരു തിങ്ക് വേണ്ട. ഓക്കെ, ഇത്രയും കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. മാം ഞാൻ ഇന്ന് സ്കൂളിൽ നിന്ന് ചെല്ലാൻ പറഞ്ഞേക്കായിരുന്നല്ലോ ഇൻഫന്റ് ജീസസില്. അപ്പൊ ഞാൻ ഇന്ന് ചെന്ന് ഇന്റർവ്യൂ എടുത്തു. അപ്പൊ അവര് പറഞ്ഞു ഈ 1 മന്ത് നമുക്ക് ഇനിയിപ്പോ നെക്സ്റ്റ് മന്ത് തുടങ്ങി എക്സാം തുടങ്ങും അവിടെ. അപ്പൊ നമുക്ക് ഒബ്സർവ് ചെയ്യാനേ പറ്റുള്ളൂ, നമുക്ക് ഒരു ഗുണം ഉണ്ടാവില്ല. അപ്പൊ ജൂൺ തുടങ്ങി ട്രെയിനി ആയിട്ട് എടുക്കാന്ന് പറഞ്ഞു. കുഴപ്പമില്ലല്ലോ മാം? ഇന്റേൺഷിപ്പ് നമ്മള് ജൂണിൽ ചെയ്തത് കൊണ്ട് കുഴപ്പമില്ലല്ലോ. അപ്പൊ നെക്സ്റ്റ് ജൂൺ തുടങ്ങി ട്രെയിനി ആയിട്ട് അവിടെ എടുക്കാന്ന് പറഞ്ഞു. വിട്ടു നമ്മള്. ആ വേറെ എവിടെയെങ്കിലും ട്രൈ ചെയ്ത് നോക്കായിരുന്നാടോ? അല്ല, നമുക്കിപ്പോ എല്ലായിടത്തും എക്സാം ആണല്ലോ മിസ്. ഇപ്പൊ അല്ല, അതുകൊണ്ട് നമുക്ക് ചെന്നാല് ടൈറ്റ് ആയിരിക്കുമല്ലോ എല്ലാവരും. അപ്പൊ അതുകൊണ്ട് അവര് നമ്മുടെ ബയോഡേറ്റയും എല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഒരു വെക്കേഷൻ പകുതിയാകുമ്പോൾ ഒന്ന് ചെന്ന് ഓർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാവുമ്പോ നമുക്ക് കുറച്ചും കൂടി നാളുകൾ അവിടെ ഇപ്പൊ കോഴ്സും കഴിയുമല്ലോ. അപ്പൊ എനിക്ക് ക്ലാസ് ഒക്കെ അറ്റം മിസ്സാവുമല്ലോ എന്ന് ഓർത്ത് ഞാൻ വിഷമിച്ചിരിക്കുകയും PG എന്ന് തുടങ്ങുമ്പോൾ 1 hour കൂടി കൂടുതൽ എടുക്കുമല്ലോ. അപ്പൊ നല്ലതിനാണ് മാം, എല്ലാം നല്ലതിനാണ്. ഓക്കെ മാം, താങ്ക് യു മാം. ക്ലാസ് കണ്ടിന്യൂ ചെയ്തോട്ടെ. ഞാൻ കാര്യം പറയാൻ വേണ്ടിയിട്ട് കയറിയതാണ്. ഓക്കെ. ക്ലാസ് മുതലേ സ്കൂളിൽ കയറാണ് കേട്ടോ ഇന്റേൺഷിപ്പിനായിട്ട്. അടുത്തുള്ള സ്കൂളിൽ തന്നെ കിട്ടിയിരിക്കുന്നത്. എത്ര ദിവസത്തേക്കാണ്?
ഒരു മാസം ഞാൻ ചോദിച്ചിട്ടുണ്ട്. അവിടെ ആനുവൽ ഡേയുടെ പ്രോഗ്രാം ഒക്കെ നടക്കുന്ന സമയമാണ്. അപ്പൊ ചിലപ്പോ ഉച്ചവരൊക്കെ ക്ലാസ് ഉണ്ടാവുള്ളൂ എന്നാ പറഞ്ഞിരുന്നത്. അപ്പൊ അതിനനുസരിച്ച് നീങ്ങാലോന്ന് വിചാരിച്ചു ഞാൻ. പിന്നെ എന്റെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളും കൂടിയാണ് അത്. ഓക്കേടാ. മാം 10 ദിവസത്തിന് പോകാൻ പറ്റുമോ? 10 ദിവസം 15 ദിവസവും പോകുന്നത് കുഴപ്പമില്ല കേട്ടോ. നാളെ മുതൽ ഞാനും ഇന്റേൺഷിപ്പിന് പോവാണ്. ആണോ? ഓക്കേടാ. ഓക്കെ, നമുക്ക് ഡോൺസ് ഒന്ന് പറഞ്ഞു നോക്കിയാലോ, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഡ്രസ്സിങ് കാഷ്വലി, നമ്മൾ കാഷ്വൽ ആയിട്ട് ഡ്രസ്സ് വിയർ ചെയ്യാൻ പാടില്ല. ഓക്കെ, കാഷ്വൽ ആയിട്ട് നോർമൽ ആയിട്ടുള്ള ഡ്രസ്സ് ഉണ്ടല്ലോ, അത് നമ്മൾ വിയർ ചെയ്യാൻ പാടില്ല. നമ്മളൊരു എന്താ പറയാ ഫോർമലി ആയിരിക്കും ഡ്രസ്സും കാര്യങ്ങളും വിയർ ചെയ്യാൻ. നമ്മൾ ഇന്റർവ്യൂവിന് പോവാണെങ്കിൽ മേ ബി സാരി നിങ്ങൾ വിയർ ചെയ്യാം. ടീച്ചർ നമ്മുടെ പോസ്റ്റ് അനുസരിച്ച് നമ്മൾ ടീച്ചേഴ്സ് ആണ്, സോ ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മളെപ്പോഴും സാരി മാക്സിമം വിയർ ചെയ്യാൻ നോക്കുക. അതേപോലെ തന്നെ ക്ലാസ്സിൽ ഇപ്പൊ ട്രെയിനിങ്ങിന് പോകുന്ന സമയത്തും ഫസ്റ്റ് ഡേ നിങ്ങൾ എന്തായാലും സാരിയിൽ പോകാൻ നോക്കുക. ഇനി അവർ പറയാണ് നിങ്ങൾ നോർമൽ ആയിട്ടുള്ള ഡ്രസ്സ് വിയർ ചെയ്തോളാം പറഞ്ഞാൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, നോർമൽ ആയിട്ടുള്ള ഡ്രസ്സ് വിയർ ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾ ചുരിദാറോ ഒക്കെ ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, അങ്ങനെ വിയർ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സാരി തന്നെ പോകാൻ നോക്കാം. 10 days അല്ലേ ഉള്ളൂ, ആ 10 days നമ്മൾ ആ ഒരു ഡ്രസ്സിൽ തന്നെ പോകാൻ നോക്കാം. പിന്നെ നമ്മൾ ഇന്റർവ്യൂവറായിട്ട് കലഹിക്കാനൊന്നും പാടില്ല, കള്ളം പറയാൻ പാടില്ല. നമ്മൾ ഡാറ്റാസും ഇൻഫർമേഷൻസും ഒക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കൂടി പറയുകയൊന്നും പാടില്ല. ഓക്കെ ഓക്കെ, നമ്മൾ ഇനിയിപ്പോ ഫോർമർ എംപ്ലോയിനെ കുറിച്ച്, മുമ്പ് നമ്മൾ വർക്ക് ചെയ്ത സ്ഥാപനത്തിനെ കുറിച്ചിട്ട് മോശമായിട്ടൊന്നും പറയരുത്. ഓക്കെ, പിന്നെ ഫോൺ ഓൺ ആക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ ഫോൺ എപ്പോഴും സൈലന്റ് ആയിട്ട് വേണം നമ്മൾ ഇന്റർവ്യൂവിന് കയറാൻ, അല്ലെങ്കിൽ എയറോപ്ലെയിൻ മോഡിൽ ഇട്ടിട്ട് വേണം നമ്മൾ ആ ഒരു ഇന്റർവ്യൂ റൂമിലേക്ക് കയറാനായിട്ട്. മാക്സിമം സൈലന്റ് ആക്കാം. ഓക്കെ ഓക്കെ, പിന്നെ നമ്മൾ സംസാരിക്കുമ്പോ ഇങ്ങനെ ആഡ് ഫില്ലർ ഫേസസ് ഉണ്ടല്ലോ, ആ ഓ അങ്ങനെയുള്ള സൗണ്ടുകൾ നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ആലോചിക്കുമ്പോഴേക്കും എന്നൊക്കെ പറഞ്ഞാൽ ആലോചിക്കില്ലേ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ ഫില്ലർ ഫേസും കാര്യങ്ങളൊന്നും ഇടണ്ട. അങ്ങനെയൊക്കെ സൗണ്ടുകളില്ലേ, മനസ്സിലായോ? നമ്മൾ സാധാരണ ഇല്ല എന്നൊക്കെ പറയുമ്പോ നോ പറയുന്നിടത്ത് ഞാൻ പറയില്ലേ, അങ്ങനൊന്നും പറയാൻ പാടില്ല. നമ്മൾ ഒരു കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരുപാട് പേഴ്സണലി ആ ഒരു കാര്യത്തിനെ അപ്രോച്ച് ചെയ്യാൻ പാടില്ല. ഗെറ്റിംഗ് ടു മച്ച് പേഴ്സണൽ. നമ്മൾ ആ ഒരു കാര്യം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അയാൾ നമ്മൾ ഒരുപാട് പേഴ്സണലി അവരോട് പറയണ്ട. അതേപോലെ നമ്മുടെ പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് എല്ലാം നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണ്ട. അതൊരു ലിമിറ്റ് വെച്ചിട്ട് അത്രയും വെച്ച് പറഞ്ഞ് നിർത്തണം. ഓക്കെ, ഫാമിലിയിൽ ആരൊക്കെ എന്ന് ചോദിക്കുമ്പോൾ ആ ഫാമിലി ഇത്രയും പേരുണ്ട് എന്ന് പറഞ്ഞാൽ മതി, അത്രയും വെച്ചുകൊണ്ട് നിർത്താം. ഓക്കെ, ഒരുപാട് നമ്മൾ എന്ത് ചെയ്യണ്ട, പേഴ്സണലി അത് എടുക്കണ്ട. പിന്നെ നമ്മുടെ ഓർഗനൈസേഷനിൽ സപ്പോർട്ടിങ് സ്റ്റാഫ്സ് ഉണ്ടാവും. ഇപ്പോ മറ്റ് സ്റ്റാഫുകൾ അവരൊന്നും നമ്മൾ മിസ്ട്രീറ്റ് ചെയ്യാൻ പാടില്ല, മോശമായിട്ട് നമ്മൾ അവരോട് പെരുമാറാൻ പാടില്ല. ഓക്കെ, അത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ പറയുന്ന ചാപ്റ്റർ സൂപ്പർവൈസിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ആണ്, ചാപ്റ്റർ 9 കേട്ടോ. മാം പേജ് നമ്പർ പ്ലീസ് മാം. നോക്കട്ടെ പേജ് നമ്പർ 184. 184. 184. ഓക്കെ, 184 കേട്ടോ. താങ്ക് യു. സൂപ്പർവൈസിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് എന്നാണ് നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേര്. ഓക്കെ, എല്ലാവരും എടുത്തു വിചാരിക്കുന്നു കേട്ടോ.
സൂപ്പർവിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ ടീച്ചേഴ്സിന്റെയും ഒരു എന്താ പറയാ ഒരു മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടിയാണ് സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളത്. അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു മേൽനോട്ടം വഹിക്കുക. കുട്ടികളുടെ ആക്ടിവിറ്റീസിലാവട്ടെ, അവർ ചെയ്യുന്ന വർക്ക് ആവട്ടെ, എല്ലാ കാര്യങ്ങളും നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക. അതേപോലെ തന്നെ കുട്ടികൾക്ക് ഹെൽപ്പ് ഉള്ളപ്പോ അല്ലെങ്കിൽ അവർക്ക് ഹെൽപ്പ് വേണ്ടപ്പോ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇന്റർഫിയർ ചെയ്താൽ മതി. കുട്ടികളുടെ ഒരു കാര്യം അവർക്ക് ചെയ്യാണെങ്കിൽ അത് ചെയ്യട്ടെ എന്ന് വിചാരിക്കണം. ഇനി സപ്പോസ് നമ്മുടെ ഹെൽപ്പ് അവർക്ക് വേണമെങ്കിൽ നീഡഡ് ആണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിൽ ഇന്റർഫിയർ ചെയ്താൽ മതി. മനസ്സിലായോ? സൂപ്പർവൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിന്റെയും ഒരു മേൽനോട്ടം, ഒരു നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ, ഒരു കറക്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഒരു സൂപ്പർവിഷൻ എല്ലാ ടീച്ചേഴ്സിനെയും നമ്മൾ കുട്ടികളെ ഒരുപാട് ഒബ്സർവ് ചെയ്യുന്നതിലൂടെയാണ് ഓരോ കുട്ടീനെയും നമ്മൾ മനസ്സിലാക്കുന്നത്. എപ്പോഴും നല്ലൊരു ടീച്ചർ ആവണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഒബ്സർവർ ആവാനായിട്ട് ശ്രമിക്കണം. കുട്ടികൾ എങ്ങനെയാണ്, അവർ പഠിക്കുന്നുണ്ടോ, അവരുടെ പെരുമാറ്റങ്ങള്, അവര് നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, ഒബ്സർവ് ചെയ്യാൻ പറ്റണം. നിങ്ങൾ വിചാരിക്കും അയ്യോ ഇത്രയും കുട്ടികളുണ്ടല്ലോ ഞാൻ എങ്ങനെ ഒബ്സർവ് ചെയ്യും എന്നുള്ളത്. നോർമലി നമ്മൾ ആ ഒരു സ്റ്റേജിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി കുട്ടികളെ ഒബ്സർവ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പോ സൂപ്പർവിഷൻ എന്ന് പറയുന്നത് ഒരു പ്ലാൻഡ് പ്രോഗ്രാം ആണ് ഫോർ ദ ഇംപ്രൂവ്മെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. നമ്മുടെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻഡ് ആയിട്ടുള്ള പ്രോഗ്രാം ആണ് സൂപ്പർവിഷൻ. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കുട്ടികൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൂപ്പർവൈസ് ചെയ്യുന്നത്. എഫക്റ്റീവ് സൂപ്പർവിഷൻ ഹാസ് എ കൺസിസ്റ്റന്റ് ബേസ്. എഫക്റ്റീവ് ഗൈഡൻസ് ഈസ് ക്രിയേറ്റീവ്. നമ്മളൊരു എഫക്റ്റീവ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ എഫക്റ്റീവ് ഗൈഡൻസ്, അതായത് നമ്മൾ എഫക്റ്റീവ് ആയിട്ട് നമ്മൾ സൂപ്പർവൈസ് ചെയ്താൽ മാത്രമാണ് കുട്ടികൾക്ക് എവിടെയാണ് പോരായ്മകൾ ഉള്ളത് എന്ന് മനസ്സിലാക്കാനും ആ ഒരു എന്താ പറയാ എന്താ പറയാ അതിന് നല്ല രീതിയിൽ അവർക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുക്കാൻ പറ്റുന്നത്. അപ്പൊ സൂപ്പർവൈസർ ഹെൽപ്സ് ശരിക്കും പറഞ്ഞാല് സൂപ്പർവൈസർക്ക് ഒരുപാട് ഡ്യൂട്ടീസും കാര്യങ്ങളും ഉണ്ട്. അദ്ദേഹമാണ് കുട്ടികളുടെ എഫക്റ്റീവ്നെസ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് സിറ്റുവേഷൻ നല്ല രീതിയിലാക്കുന്നത് ആരാണ്? സൂപ്പർവൈസർ ആണ്. എ സൂപ്പർവൈസർ ഈസ് എനി പേഴ്സൺ responsible for working with other to increase effectiveness of teaching and learning situation. നമ്മുടെ ടീച്ചിങ് ലേണിംഗ് സിറ്റുവേഷൻ നല്ല എഫക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആര്? സൂപ്പർവൈസർ എന്ന് പറയുന്നത്. The primary aims of guidance is to help the teachers to become self-directive. മെയിൻ ആയിട്ട് സൂപ്പർവിഷന്റെ എയിം എന്ന് പറയുന്നത് നമ്മുടെ ടീച്ചേഴ്സിനെ സെൽഫ് ഡയറക്റ്റീവ്സ് ആക്കാൻ, സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തരാക്കുക, അവർക്ക് വേണ്ട ഗൈഡൻസും കാര്യങ്ങളും കൊടുക്കാം. സൂപ്പർവിഷൻ പ്രൊവൈഡ് എഡ്യൂക്കേഷണൽ ലീഡർഷിപ്പ്. നമ്മൾ സൂപ്പർവിഷൻ എന്ന് പറയുമ്പോൾ ഒരു മേൽനോട്ടം മാത്രമല്ല, അതൊരു എഡ്യൂക്കേഷണൽ ലീഡർഷിപ്പ് ആണ്. നമ്മൾ അവരെ ലീഡ് ചെയ്യാണ് ആ ഒരു ആക്ടിവിറ്റിയിലേക്ക്, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു വേയിലേക്ക് നമ്മൾ അവരെ ലീഡ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് എന്ത്? സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. സൂപ്പർവിഷൻ ഫങ്ഷൻ ലെസ് ആസ് ആൻ ഓവർസിയർ ആൻഡ് ഇൻസ്പെക്ടർ ആൻഡ് മോർ ആസ് എ ഗ്രൂപ്പ് ലീഡർ. അപ്പൊ സൂപ്പർവിഷൻ എന്ന് പറയുമ്പോൾ ഓവർസിയർ, എല്ലാ കാര്യത്തിലും മേൽനോട്ടം, അല്ല എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ പോരാ. അദ്ദേഹം ഒരു ഗ്രൂപ്പ് ലീഡർ ആയിരിക്കണം. കറക്റ്റ് ആയിട്ടുള്ളൊരു മാർഗത്തിലേക്ക് നമ്മൾ ലീഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു പാത്തിലേക്ക് നമ്മൾ ലീഡ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ലീഡർ ആയിരിക്കണം ആര്? സൂപ്പർവൈസർ എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ച്, കുട്ടികളെ സംബന്ധിച്ച് സൂപ്പർവൈസർ ആരാണ്? ടീച്ചേഴ്സ് ആണ്. സൂപ്പർവൈസർ വർക്ക് ത്രൂ and with others to develop quality of activity they perform. അപ്പൊ സൂപ്പർവൈസർ വർക്ക് ചെയ്യുന്നതും മറ്റുള്ളവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നതും എന്തിനു വേണ്ടിയിട്ടാണ്? നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി ആക്ടിവിറ്റീസ് കുട്ടികളെ കൊണ്ട് പെർഫോം ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഗുഡ് സൂപ്പർവിഷൻ ഈസ് ബേസ്ഡ് അപ്പോൺ ടീച്ചേഴ്സ് പാർട്ടിസിപ്പേഷൻ. നമുക്കൊരു നല്ല സൂപ്പർവിഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് ടീച്ചേഴ്സിന്റെ പാർട്ടിസിപ്പേഷനിലൂടെ മാത്രമായിരിക്കും നമുക്കൊരു ഗുഡ് സൂപ്പർവിഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം കുട്ടികളാണ് ടീച്ചേഴ്സ് ആയിട്ട് കുറച്ചും കൂടി എന്ത് ചെയ്യുന്നത്,
മിങ്കിൾ ആവുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്കിപ്പോ ഒരു അല്ലെങ്കിൽ പ്രിൻസിപ്പാളിന് പോയിട്ട് കുട്ടികളെ എന്ത് ചെയ്യാൻ പറ്റില്ല, സൂപ്പർവൈസ് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. പക്ഷെ ക്ലാസ് ടീച്ചറിന് എല്ലാ കുട്ടികളെയും സൂപ്പർവൈസ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ? ഒരു പ്രിൻസിപ്പാളിന് സ്കൂളിലെ എല്ലാ കുട്ടികളെയും സൂപ്പർവൈസ് ചെയ്യുന്നതിനും നന്നായിട്ട് ഒരു ക്ലാസ് ടീച്ചർക്ക് ആ ക്ലാസ്സിലെ ചിലപ്പോൾ 20-25 സ്റ്റുഡൻസ് ഉണ്ടാവുള്ളൂ. അവർ നല്ല രീതിയിൽ നമുക്ക് സൂപ്പർവൈസ് ചെയ്യാൻ പറ്റും. അവരുടെ പോരായ്മകളുടെ, അവരുടെ വീക്ക് പോയിന്റ്, അവരുടെ മെറിറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കും പെട്ടെന്ന്. ഗുഡ് സൂപ്പർവിഷൻ ഇസ് ബേസ്ഡ് അപ്പോൺ ടീച്ചേഴ്സ് പാർട്ടിസിപ്പേഷൻ. ടീച്ചേഴ്സിന്റെ പാർട്ടിസിപ്പേഷനോടുകൂടെ ആണ് ഗുഡ് സൂപ്പർവിഷന്റെ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് റീഡ് ചെയ്ത് നോക്കുമോ? ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ടെക്നിക്സ് ഓഫ് സൂപ്പർവിഷൻ ആണ്. ഗുഡ് സൂപ്പർവിഷൻ ഇസ് ബേസ്ഡ് ഓൺ ടീച്ചേഴ്സ് പാർട്ടിസിപ്പേഷൻ. ടീച്ചേഴ്സിന്റെ പാർട്ടിസിപ്പേഷനോട് കൂടി മാത്രമേ നമുക്കൊരു ഗുഡ് സൂപ്പർവിഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നടപ്പിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഒരു ഗുഡ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാൻഡ് സൂപ്പർവിഷൻ ആണ്. അല്ലാതെ നമ്മൾ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പ്രോസസ് അല്ല, ഓൾറെഡി പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് എന്ത് ഗുഡ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഒരു 3 വേസിലെ സൂപ്പർവിഷണർ സ്കൂളില് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടില് നമ്മള് കുട്ടികളെ സൂപ്പർവൈസ് ചെയ്യുന്ന 3 രീതികളെ കുറിച്ച് നമുക്ക് പറയാം. 3 രീതികൾ. ഒന്ന് ഫസ്റ്റ് വരുന്നത് ഒബ്സർവേഷണൽ വിസിറ്റ് ആണ്. ജസ്റ്റ് എന്ത് ചെയ്യുന്നു, കുട്ടികളെ ഒബ്സർവ് ചെയ്യുന്നു. കുട്ടികളെ എന്ത് ചെയ്യുന്നു, ഇപ്പൊ നമ്മൾ പറയാം ഒബ്സർവേഷണൽ വിസിറ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ചെറുപ്പത്തിൽ നിങ്ങളൊക്കെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് സ്കൂളുകളിൽ പഠിച്ചിരുന്ന സമയത്ത് എന്താണ് ക്ലാസ്സിന്റെ വരാന്തകളിലൂടെ ഹെഡ് മാസ്റ്റർ ചുമ്മാ നടന്നു പോകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചുമ്മാ ജസ്റ്റ് ടീച്ചർ ക്ലാസ് എടുക്കുന്നുണ്ട്, കുട്ടികളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി ഇങ്ങനെ പോകും. അപ്പൊ ടീച്ചർ പറയും ദേ ഹെഡ് മാസ്റ്റർ വേണ്ടിയിട്ട് എല്ലാവരും ഇല്ലാതിരിക്കും, സൈലന്റ് ആയിട്ടിരിക്കുന്നു പറയും. ഇല്ലേ? ചെറുപ്പത്തിലാണ് പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളോട് പ്രത്യേകിച്ച് പറയാറുണ്ട്, കാരണം ഞങ്ങൾ അത്രയും കുറുമ്പി കുട്ടികളായിരുന്നു. അതുകൊണ്ട് ഹെഡ് മാസ്റ്റർ വരുന്നത് എല്ലാവരും മിണ്ടാതിരിക്കും, ഹെഡ് മാസ്റ്ററിന്റെ കയ്യിൽ വണ്ടിയുണ്ട്, മിണ്ടാതിരിക്കാൻ പറഞ്ഞ് പേടിപ്പിച്ച് നിർത്തണം, എന്നാലും ഞങ്ങൾ മിണ്ടാതിരിക്കുള്ളൂ. സോ അതാണ് ഒബ്സർവേഷൻ വിസിറ്റ്. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒബ്സർവ് ചെയ്ത് പോവാണ്. അവിടെ കറക്റ്റ് ആയിട്ട് അത് ടീച്ചിങ് ആൻഡ് ലേണിംഗ് നടക്കുന്നുണ്ടോ, അവർ പഠിപ്പിക്കുന്നുണ്ടോ, ടീച്ചേഴ്സിനെ പഠിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒബ്സർവേഷൻ വിസിറ്റിന്റെ എയിം. ഓക്കെ, എന്താണ് ഒബ്സർവേഷൻ വിസിറ്റ് എന്ന് മനസ്സിലായോ? ഓക്കെ, അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഹെഡ് മാസ്റ്ററും ഞങ്ങളുടെ PTയിലെ ടീച്ചറും കൂടെ ആയിരിക്കും വരുന്നത്. ടീച്ചറും കൂടെ ആയിരിക്കും വരുന്നത്. ചുമ്മാ പ്രിൻസി ജസ്റ്റ് കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ടോ, അനുസരണയോട് ഇരിക്കുന്നുണ്ടോ എന്നൊക്കെ ആയിരിക്കും നോക്കുന്നത്. പക്ഷെ ടീച്ചർ ഭയങ്കരമായിട്ട് ഞങ്ങളെ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ഡിസിപ്ലിന്റെ കാര്യം നോക്കും. ഡിസിപ്ലിൻഡ് ആയിട്ടാണോ ഇരിക്കുന്നത്, യൂണിഫോം കറക്റ്റ് ആണോ, മേ ബി വെനസ്ഡേയുടെ യൂണിഫോം ആരെങ്കിലും മാറി ഇട്ട് വന്നിട്ടുണ്ടോ, അതിനൊക്കെ നല്ല പണിഷ്മെന്റ് ആണ്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കും. പിന്നെ റിബൺ സെക്രട്ടറി നമ്മള് എന്റെ അഭിപ്രായത്തിൽ വെച്ചാൽ 2 സൈഡിലും റിബൺ കെട്ടണം. അപ്പൊ റിബൺ കറക്റ്റ് ആയിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ടോ, ഞങ്ങള് റിബൺ കെട്ടില്ല. ഞാൻ പറഞ്ഞിട്ട് പിള്ളേരായിരുന്നു. അപ്പൊ റിബൺ കെട്ടില്ല. അപ്പൊ എന്ത് ചെയ്യും, പ്രിൻസിനെ അല്ലെങ്കിൽ ടീച്ചറിനെ അടുത്തേക്ക് വരണുണ്ടെന്ന് കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ഒരു റിബൺ എങ്ങനെയെങ്കിലും കെട്ടിയിട്ടുണ്ടാവും, അടുത്ത റിബൺ ഇങ്ങനെ അഴിഞ്ഞു പോയിട്ടുണ്ടാവും.
അഴിച്ച് കെട്ടിയിട്ടുണ്ടാവും, പക്ഷെ അഴിഞ്ഞെടുക്കല്ലേ, കൈയെടുക്കണം. കാരണം മിസ് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പാണ് അടി കിട്ടും. അപ്പൊ മിസ് വന്നിട്ട് ഇതേപോലത്തെ 2-3 പ്രാവശ്യം വഴക്ക് പറഞ്ഞിട്ടുണ്ട്. നീ കണ്ട പ്രോപ്പർ ആയിട്ട് അത് വിയർ ചെയ്യണം, കെട്ടണം, അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് വാങ്ങി ചെയ്തൊക്കെ പോയിട്ടുണ്ട്. നമ്മള് ഇതിപ്പോ പിടിച്ചെടുത്ത് കെട്ടിയിട്ടുള്ളൂ, നമുക്കറിയാം. അപ്പൊ ജസ്റ്റ് അതൊക്കെ എന്താണ്, ഒബ്സർവേഷണൽ വിസിറ്റ് ആണ്. നമ്മൾ ഒബ്സർവ് ചെയ്യാണ് കറക്റ്റ് ആയിട്ടാണോ ഈ കാര്യങ്ങളൊക്കെ പോകുന്നത് എന്നുള്ളത് ഒബ്സർവ് ചെയ്യണം. നിങ്ങൾക്ക് ഗ്രൂപ്പിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മാർട്ട് അക്കാഡമിയുടെ സ്മാർട്ട് ടെക്നിക്കൽ ടീമിന്റെ കൂടി ഒരു ഇത് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ? ഒരു പേഴ്സണെ നമ്മുടെ ക്ലാസ്സിൽ കാണാൻ പറ്റുന്നില്ലേ? അദ്ദേഹമാണ് ഒബ്സർവേഷണൽ വിസിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് പറയുകയാണെങ്കിൽ റിജോ ആയിരിക്കും ആ ഒരു ഹോസ്റ്റ് ചെയ്യുന്നത്. ആ ഒരു മീറ്റിംഗിൽ ഹോസ്റ്റ് ആയിട്ട് കയറിക്കുന്നത്. ആ മീറ്റിംഗ് നമ്മുടെ ക്ലാസ്സിൽ ഫുൾ ടൈം ആ ഒരു വ്യക്തി ഉണ്ടാവും. കാരണം ഇപ്പൊ എന്റെ ക്ലാസ്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മേ ബി പെട്ടെന്ന് ടെക്നിക്കൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ്, അവരായിരിക്കും നമ്മൾ ജസ്റ്റ് നമ്മൾ പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് അവർ നമ്മുടെ ക്യാബിന്റെ മുമ്പിൽ വന്നിട്ടുണ്ട്, ക്ലാസ്സിന്റെ മുമ്പിൽ വന്നിട്ടുണ്ടാവും എന്താ ടെക്നിക്കൽ ഇഷ്യൂ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. കാരണം ജസ്റ്റ് ഒബ്സർവേഷൻ വിസിറ്റ് ആണ്. നമ്മുടെ ക്ലാസ് പ്രോപ്പർ ആയിട്ട് പോകുന്നുണ്ടോ, ഇപ്പോ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ എന്ന് കറക്റ്റ് നോക്കാം, മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാ ക്ലാസ്സുകളും മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പൊ അത്രയും പേഴ്സൺസ് ഇവിടെ ടെക്നിക്കൽ ടീമിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, വെച്ചാല് നമ്മുടെ ക്ലാസ് കറക്റ്റ് ആയിട്ട് സുഗമമായിട്ട് പോകാൻ വേണ്ടിയിട്ട് നെറ്റ് ഇഷ്യൂസ് വരാറുണ്ട്. നിങ്ങൾക്ക് വന്നിട്ടില്ലേ? നമ്മൾ ക്ലാസ് ബ്രേക്ക് ആയിക്കൊണ്ടുണ്ടാവും, നെറ്റ് ഇഷ്യൂസ് വരാറുണ്ട്. മേ ബി നമ്മളുടെ ഇവിടെ നിന്ന് നെറ്റ് ഇഷ്യൂസ് വരാറുണ്ട്, മേ ബി എക്കോ വരാറുണ്ട്. അതേപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് സ്ക്രീൻ പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഇഷ്യൂസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് ഇത് കേൾക്കാൻ പറ്റുന്നുണ്ട്. സോ അവര് ഞാൻ ജസ്റ്റ് എഴുന്നേക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ ആ ക്ലാസ്സിൽ നിന്ന് ഡോർ ചിലപ്പോൾ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ടെക്നിക്കൽ ടീം ഉണ്ടാവും. എന്ത് പറ്റിയെന്ന് ചോദിച്ച് എന്താണ് പ്രശ്നം എന്നുള്ളത്. സോ ഇനിയിപ്പോ കുറച്ചു നേരം ക്ലാസ് എടുക്കുന്നില്ല, പെട്ടെന്ന് കട്ടായി പോവാണ്. ഏതൊരു സിറ്റുവേഷനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളെല്ലാം ഒബ്സർവ് ചെയ്തുകൊണ്ട് ആരുണ്ട്, ടെക്നിക്കൽ ടീം ഉണ്ട്. അപ്പൊ ചിലപ്പോ ക്ലാസ്സിൽ കയറിനേക്കാളും മുമ്പ് ഭയങ്കരമായിട്ട് വർത്താനായിരിക്കും പണ്ടൊക്കെ അല്ലെ? ഇപ്പോഴില്ലേ, ഇപ്പൊ നല്ല കുട്ടികളെ ഇപ്പൊ വൈകിട്ട് കയറുന്നേ അല്ലെ? എല്ലാവരും 35 ആവുമ്പോഴേ കയറുന്നുള്ളൂ. അതിപ്പോ പണ്ടൊക്കെ വർത്താനായിരുന്നു അല്ലെ? അപ്പൊ നമ്മൾ വിചാരിക്കണം നമ്മള് ഈ പറയുന്ന കാര്യം കേൾക്കുന്നുണ്ട്, ടെക്നിക്കൽ ടീമും കൂടി കേൾക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം കേട്ടാ. ജസ്റ്റ് എല്ലാം ഒബ്സർവ് ചെയ്ത് അവരുണ്ട് അവിടെ. ആ ഒരു ടീം അവിടെ ഉണ്ട്. അതാണ് ഒബ്സർവേഷണൽ വിസിറ്റ്. നമുക്കിപ്പോ പെട്ടെന്ന് ഹെഡ് മാസ്റ്ററും പ്രിൻസിപ്പലും നമ്മുടെ ക്ലാസ്സിലേക്ക് വരാനായിട്ട് പറ്റില്ല. അപ്പൊ അവര് ചെയ്യുന്ന രീതിയാണ്, നമ്മുടെ ക്ലാസ് മോണിറ്റർ ചെയ്യാനുള്ള രീതിയാണ് എന്ത്, നമ്മളെ പോലെ തന്നെ നിങ്ങളെ പോലെ തന്നെ പാർട്ടിസിപ്പന്റ് ആയിട്ട് ഈ ഒരു മീറ്റിംഗിൽ ജോയിൻ ചെയ്തിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അവരെന്ത് ചെയ്യുന്നു, ഒബ്സർവ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞത് പഴയ ഒരു കാര്യമാണ്. നമ്മളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ഹെഡ് മിസ്റ്റേഴ്സോ ഹെഡ് മാസ്റ്ററോ ഈ ഒരു ഒബ്സർവേഷണൽ വിസിറ്റ് നടത്താറുണ്ട്. ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയുണ്ട്. നല്ല വണ്ടിയും പിടിച്ചിട്ട് വരാന്തയിലൂടെ ഞാൻ നടന്നു വരും. ഇപ്പോഴും പേടിയാണ്. പിന്നെ ലിസ്റ്റ് ടീച്ചറാന്ന് പറയേ വേണ്ട, ഞാൻ പറയേ സ്പോർട്സിന്റെ ടീച്ചറാണ്, നല്ല അടി കിട്ടും. ഇനി രണ്ടാമത്തെയാണ് സൂപ്പർവിഷൻ ത്രൂ ഇൻഡിവിജ്വൽ കോൺഫറൻസ്. ഇൻഡിവിജ്വൽ കോൺഫറൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ടീച്ചറാണ്, എനിക്ക് പേഴ്സണലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഹെഡ് മാസ്റ്ററായിട്ട് അത് ഡിസ്കസ് ചെയ്യും. ചിലപ്പോ ക്ലാസ്സിലത്തെ പ്രോബ്ലംസ് ആയിരിക്കും. ക്ലാസ്സിലത്തെ പ്രോബ്ലംസും കാര്യങ്ങളും ഞാൻ എന്റെ ഹെഡ് മാസ്റ്ററിനോട് ഡിസ്ക്ലോസ് ചെയ്തിട്ട് ഞാൻ പറയും, ഇതിന്റെ പ്രശ്നങ്ങളാണ് ഇവിടെ ഉള്ളത്, അപ്പോ ഇതിന്റെ പോലെയാണ്, അപ്പൊ അതിനെന്തൊക്കെയാണ്, അതെന്താണ് പ്രശ്നം, അത് അനലൈസ് ചെയ്ത് അതിന്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പിന്നെ വരുന്നത് സൂപ്പർവിഷൻ ഓവർ ഗ്രൂപ്പ് കോൺഫറൻസ്. ടീച്ചേഴ്സ് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കോമൺ പ്രോബ്ലം ആണെന്ന് വിചാരിക്കും. അപ്പൊ ടീച്ചേഴ്സിന്റെ ഒരു മീറ്റിംഗ് വെച്ചിട്ട് എന്ത് ചെയ്യും, ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അപ്പോ ആദ്യം പറഞ്ഞ എന്തായിരുന്നു, ഒബ്സർവേഷണൽ വിസിറ്റിലൂടെ നമുക്ക് സൂപ്പർവൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻഡിവിജ്വൽ കോൺഫറൻസ്, ഏതെങ്കിലും ടീച്ചറുടെ ക്ലാസ്സിൽ ഇപ്പോൾ എന്തെങ്കിലും മോശമാണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഇൻഡിവിജ്വൽ കോൺഫറൻസിലൂടെ നമുക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റും. എന്താണ് അവിടുത്തെ പ്രോബ്ലംസ്, അത് അനലൈസ് ചെയ്യാനും അത് സോൾവ് ചെയ്യാനും പറ്റും. പിന്നെ ടീച്ചേഴ്സ് എല്ലാവരും കൂടി ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുകയാണെങ്കിൽ അപ്പൊ ഹെഡ് മാസ്റ്റർ എന്ത് ചെയ്യും, ഒരു ഗ്രൂപ്പ് കോൺഫറൻസ് വെച്ചിട്ട് ടീച്ചേഴ്സിന്റേതായ ഒരു പ്രോബ്ലം എന്താണെന്ന് ഡിസ്കസ് ചെയ്യും. അത്രേ ഉള്ളൂ. ഓക്കെ, നോക്കാം. Good supervision is based on teachers' participation. Good supervision is a planned supervision.
Teachers and pupils can supervise in 3 ways. So ടീച്ചേഴ്സിനെയും കുട്ടികളെയും നമുക്ക് 3 രീതിയിൽ സൂപ്പർവൈസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ഈസ് supervision through observational visit. Observational വിസിറ്റിലൂടെ നമുക്ക് സൂപ്പർവൈസ് ചെയ്യാൻ പറ്റും. The headmaster can make observational visit if they result in developing teaching and learning. അപ്പോൾ കുട്ടികളുടെ നല്ല രീതിയിൽ ഒബ്സർവേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികൾ ടീച്ചിങ് ലേണിംഗ് സിറ്റുവേഷൻ അവിടെ ബിൽഡ് ചെയ്യുന്നുണ്ടോ, കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ലേൺ ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. സെക്കൻഡ്, സൂപ്പർവിഷൻ ത്രൂ ഇൻഡിവിജ്വൽ കോൺഫറൻസ്. ഇൻഡിവിജ്വൽ കോൺഫറൻസ് നമുക്കൊരു ഒരു വ്യക്തിയോട് കാര്യങ്ങൾ സംസാരിക്കാനാണെങ്കിൽ ഇൻഡിവിജ്വൽ കോൺഫറൻസ് വെച്ച് ആ ഒരു ഇൻഡിവിജ്വലിനോട് പേഴ്സണലി നമുക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. The headmaster can have individual discussion with the teachers in order to analyze and solve his problems. The headmaster ഒരു ടീച്ചറിനോട് കാര്യം പറയാനുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ ഡിസ്കഷനിലൂടെ ആ ടീച്ചർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്താണ് എന്ന് അനലൈസ് ചെയ്യാനും അത് സോൾവ് ചെയ്യാനും പറ്റും. ഇനി സൂപ്പർവിഷൻ ഓവർ ഗ്രൂപ്പ് കോൺഫറൻസ് ആണ്. Teachers can have a group conference if it is organized around the teachers' problems. അപ്പോൾ ഹെഡ്മാസ്റ്ററിനോട് എല്ലാ ടീച്ചർമാരോടും കൂടി ഒരു കാര്യം പറയാനുണ്ട്. എല്ലാ ടീച്ചേഴ്സും ഫേസ് ചെയ്യുന്ന പ്രോബ്ലത്തെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഗ്രൂപ്പ് കോൺഫറൻസിലൂടെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ 3 രീതിയിലാണ്, 3 ടെക്നിക്സ് ആണ് സൂപ്പർവിഷൻ ഉള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഒബ്സർവേഷണൽ വിസിറ്റ്, second one is individual conference, and third one is group conference. Okay ആണോ? ഒന്ന് റീഡ് ചെയ്യോ? റീഡ് ചെയ്യട്ടാ. ഓക്കെ, അപ്പൊ 3 ടെക്നിക്സ് ആണ് നമുക്ക് സൂപ്പർവിഷൻ മെയിൻ ആയിട്ടുള്ളത്. ഒബ്സർവേഷൻ വിസിറ്റ്, ഇൻഡിവിജ്വൽ കോൺഫറൻസ്, ഗ്രൂപ്പ് കോൺഫറൻസ്. ഓക്കെ, അപ്പം ഒബ്സർവേഷൻ വിസിറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ആ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ, നമ്മൾ പറയുന്ന രീതിയിലാണോ ക്ലാസ് ഒക്കെ പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒബ്സർവേഷൻ വിസിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ അനുസരിച്ച് നമ്മുടെ ക്ലാസ്സിൽ ടെക്നിക്കൽ ടീമിൽ നിന്നുള്ള റെപ്രസെന്റേറ്റീവ്സ് ഉണ്ട്. റിജു ആണ് നമ്മളുടെ ക്ലാസ് ഹോസ്റ്റ് ചെയ്യുന്നത്. ദെൻ ഇൻഡിവിജ്വൽ കോൺഫറൻസിന്റെ കേസിലാണെങ്കിൽ ഓരോ ഇൻഡിവിജ്വലിനോട്, ഇപ്പൊ ഒരു ടീച്ചറിനോട്, ഇപ്പൊ എന്നോട് മാത്രമാണ് സ്റ്റുഡൻറ് സംസാരിക്കാനെങ്കിൽ എന്നോട് പേഴ്സണലി എന്ത് ചെയ്യും, കാര്യങ്ങൾ സംസാരിക്കും. അതാണ് ഇൻഡിവിജ്വൽ കോൺഫറൻസ്. ദെൻ നമ്മൾ ഗ്രൂപ്പായിട്ട് എല്ലാ ടീച്ചർമാരോട് സംസാരിക്കാനുണ്ടെങ്കിൽ നമ്മൾ ടീച്ചേഴ്സ് മീറ്റിംഗ് വെക്കും. സാധാരണയായിട്ട് 10 o'clock ടീച്ചേഴ്സ് മീറ്റിംഗ് വയ്ക്കാറ്. ഞങ്ങൾക്ക് 10 o'clock to 10:30 വരെയും വെക്കും. ആ ഒരു ടൈമിലായിരിക്കും മെയിൻ ആയിട്ട് ടീച്ചേഴ്സ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാറ്. അപ്പോൾ നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വർക്ക് ചെയ്യുമ്പോൾ ഈ 3 രീതിയിലും ഉള്ള ടെക്നിക്സ് ഓഫ് സൂപ്പർവിഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണോ അത്? ഇനി നമ്മൾ നോക്കുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് സൂപ്പർവിഷൻ ആണ്. സൂപ്പർവിഷൻ ഈസ് ഓൾവേസ് linked to development of instruction in any school.
അപ്പൊ നമ്മൾ സൂപ്പർവിഷൻ എന്ന് പറയുന്നത് ലിങ്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് അഫക്ട് ചെയ്യുന്നത് ഡെവലപ്മെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇൻസ്ട്രക്ഷൻസിന്റെ ഡെവലപ്മെന്റ് ഏതൊരു സ്കൂളിനെ സംബന്ധിച്ചും നമ്മൾ കുറെ ഇൻസ്ട്രക്ഷൻസും അല്ലെങ്കിൽ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും പറഞ്ഞിട്ടുണ്ടാവും. അതെല്ലാം കറക്റ്റ് ആയിട്ടാണ് പോകുന്നത്, പ്രോപ്പർ ആയിട്ട് നമ്മൾ അതെല്ലാം ഫോളോ ചെയ്യുന്നുണ്ടോ എന്നതാണ് സൂപ്പർവിഷന്റെ മെയിൻ ആയിട്ടുള്ള എയിം വരുന്നത്. ദ primary aim of supervision is to help the teachers to become self-directive. മെയിൻ ആയിട്ടുള്ള സൂപ്പർവിഷന്റെ എയിം എന്ന് പറയുന്നത് ടീച്ചേഴ്സ് ഹെൽപ്സ് ടു ടീച്ചേഴ്സ്, ടീച്ചേഴ്സിന് സ്വയം ഡയറക്റ്റീവ് ആവാൻ, സ്വയം നിർദ്ദേശിക്കാനായിട്ട്. എന്നുവെച്ചാൽ നമുക്ക് കുട്ടികളെ റിലേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ സ്വയം തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പറ്റണം. നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളാണ് അല്ലെ, നമ്മുടെ കുട്ടികളാണ്, നമ്മുടെ കുട്ടികളെ കുറിച്ച് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പറ്റണം. ഓക്കെ, മനസ്സിലായോ? ഇപ്പൊ MT30 എന്ന് പറയുന്നത് ഇപ്പൊ എന്റെ ക്ലാസ് ആണ്. സോ ഞാൻ നിങ്ങളെ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ തീരുമാനം എടുക്കുന്ന ആരായിരിക്കും? ഞാനായിരിക്കും. എന്ന് വെച്ചാൽ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിന്റെ നെക്സ്റ്റ് ക്ലാസ്സിൽ ആരാ ടീച്ചർ വരുന്നത്? അപ്പൊ ആ ടീച്ചർ ആയിരിക്കും നെക്സ്റ്റ് ക്ലാസ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്, അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഗുഡ് സൂപ്പർവിഷൻ ഇസ് സൂപ്പർവിഷൻ ആൻഡ് കരിക്കുലം ഡെവലപ്ഡ് ആർ റെസിപ്രോക്കൽ. നമ്മൾ കരിക്കുലം എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കും? കരിക്കുലം അറിയാലോ, നമ്മളുടെ ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ആ ഒരു സിലബസ് കാര്യങ്ങൾക്കും എന്തോരം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അതേപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഫാക്ടറാണ് എന്ത്? സൂപ്പർവിഷനും. കാരണം ഇത് രണ്ടും പരസ്പരം ഒരുമിച്ച് പോയാൽ മാത്രമായിരിക്കും നമുക്ക് സൂപ്പർവിഷനും കരിക്കുലവും കറക്റ്റ് പരസ്പരം ഒരുമിച്ച് പോയാൽ മാത്രമായിരിക്കും നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് പ്രതീക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, then good supervision is a democratic, creative, participative and contributing. വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗുഡ് സൂപ്പർവിഷൻ പറഞ്ഞാൽ ജനാധിപത്യപരമായി വെച്ചിട്ടുണ്ടെങ്കിൽ ആരെയും ഒരു കുട്ടീനെ മാത്രം സൂപ്പർവൈസ് ചെയ്യണം, അവന്റെ മാത്രം ഇൻഫ്ലുവൻസ് എന്നല്ല, നമ്മുടെ മുമ്പിലുള്ള എല്ലാ കുട്ടികളെയും ഒരേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ട്രീറ്റ് ചെയ്യണം. അവരെല്ലാവരും നമ്മുടെ മുമ്പിൽ ഈക്വൽ ആണ്. പിന്നെ ക്രിയേറ്റീവ് ആയിട്ട് നല്ലൊരു ക്രിയേറ്റീവ് ആയിട്ട് വേണം നമ്മൾ, ഓരോരുത്തരുടെ സൂപ്പർവിഷൻ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ആ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ, പാർട്ടിസിപ്പേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ പങ്കെടുത്തുകൊണ്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് കുട്ടികൾക്ക് മിസ്റ്റേക്ക് പറ്റും. നോർമലി ആണ്, എല്ലാ കുട്ടികൾക്കും മിസ്റ്റേക്ക് പറ്റും. ആദ്യം ഇപ്പം എന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഈ ഒരു ആദ്യം പഠിപ്പിച്ചിരുന്നൊക്കെ ഓഫ്ലൈൻ ക്ലാസ്സുകളാണ് അല്ലെ. ഓഫ്ലൈൻ ക്ലാസ്സിൽ നിന്ന് പെട്ടെന്ന് ഓൺലൈൻ ക്ലാസ്സിലേക്ക് വന്നപ്പോ അല്ലെങ്കിൽ നമ്മള് ലൈവ് ക്ലാസ്സുകളിലേക്ക് വന്ന സമയത്ത് എനിക്ക് മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട്. നിങ്ങളെ പോലെ എനിക്ക് എങ്ങനെയാണ് ക്ലാസ് ഓപ്പൺ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ അത് കട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ സംസാരിക്കുന്നത് റെക്കോർഡ് കാര്യങ്ങൾ അല്ലെങ്കിൽ സൗണ്ട് ഡിസ്റ്റർബൻസ് ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. അതിലേപ്പതേ നമ്മളത് കറക്റ്റ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. സോ അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ മുമ്പിലുള്ള നമ്മുടെ കുട്ടികൾക്ക് എന്താണ് മിസ്റ്റേക്കുകൾ പറ്റും. മിസ്റ്റേക്കുകൾ പറ്റുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് അവരോട് പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്കൊരു മനസ്സ് വേണം. അല്ലെങ്കിൽ അവരെ കൊണ്ട് തന്നെ ചെയ്യിച്ച് അത് ശരിയാക്കണം. നമ്മൾ അവരെ നീ ചെയ്ത തെറ്റാണ്, നീ ഇങ്ങനെയല്ല ചെയ്യണ്ടേ എന്ന് പറഞ്ഞ വഴക്ക് പറയല്ല വേണ്ടത്. അവനോട് പറയണം, അവന് ഇങ്ങനെ ചെയ്തതിനെ കറക്റ്റ് ആയിട്ട് കിട്ടും, ഒന്ന് ചെയ്ത് നോക്കി എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് എന്ത് ചെയ്യണം? അത് ചെയ്യിക്കാനായിട്ട് ശ്രമിക്കണം. കോൺട്രിബ്യൂട്ടീവ് എന്ന് വെച്ചാൽ ഒരു കുട്ടിയുടെ വളർച്ചയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് പാരന്റ്സിന് എന്ന പോലെ തന്നെ മറ്റൊരു വ്യക്തികൾക്കും ഉണ്ട്. അതാരാണ്? നമ്മൾ ഓരോ ടീച്ചേഴ്സിനാണ്. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് അവരുടെ എഡ്യൂക്കേഷൻ കോൺട്രിബ്യൂട്ടീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അവർക്ക് നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ അല്ലേ? A good supervision helps the teachers to develop skills in discovering and analyzing pupils' needs. നല്ല രീതിയിൽ നമ്മുടെ കുട്ടികളെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്താൽ മാത്രമാണ് കുട്ടികൾക്ക് എന്തെല്ലാം സ്കിൽസ് ഉണ്ട് എന്ന് ഡിസ്കവർ ചെയ്യാനും പിന്നെ അവരുടെ നീഡ്സും കാര്യങ്ങളും ഉണ്ടാവും. അവരുടെ ആവശ്യകതകള് അല്ലെങ്കിൽ അവരുടെ നീഡ്സ് കാര്യങ്ങൾ അതൊക്കെ മനസ്സിലാക്കാനും ഒരു ഗുഡ് സൂപ്പർവിഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ചിലപ്പോൾ നമ്മുടെ കുട്ടികളുടെ മുഖം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും കുട്ടികൾക്ക് ആ ടോപ്പിക് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത്. പക്ഷെ എന്നെയൊക്കെ സംബന്ധിച്ച് പറഞ്ഞാല് ആ ഒരു കാര്യത്തില് ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മളിപ്പോ ഓൺലൈൻ അല്ലെങ്കിൽ ലൈവ് ക്ലാസ്സുകളാണ് കൂടുതൽ കണ്ടക്ട് ചെയ്യുന്നത്. സോ അപ്പൊ നിങ്ങളുടെ മുഖത്ത് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല അല്ലെ? ഇനി ഡൗട്ട്സ് ഉണ്ടോ, ക്ലിയർ ആണോ, ടോപ്പിക് ക്ലിയർ ആണോ, എല്ലാവർക്കും മനസ്സിലായോ? പിന്നെ നിങ്ങൾ തമ്പയക്കുമ്പോഴാണ് ആ കുട്ടികൾക്ക് എന്തോ ക്യാച്ച് ചെയ്തിട്ടുണ്ട്,
മനസ്സിലാകുന്നുണ്ട് എന്ന് തോന്നുന്നത്. അതേപോലെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ തമ്പുകൾ വരുന്നില്ലെങ്കിൽ എനിക്ക് തന്നെ ഡൗട്ട് ആവും, പിന്നെ ഞാൻ സ്പീഡിലാണ് ക്ലാസ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഇനി ഞാൻ പറയുന്ന ടോപ്പിക് അവർക്ക് ക്ലിയർ ആവുന്നില്ലേ, അത് മനസ്സിലാവും. അപ്പൊ നമ്മള് സൂപ്പർവിഷനിലൂടെ മാത്രമാണ് നമുക്ക് കുട്ടികൾക്ക് എന്തെല്ലാമാണ് അവരുടെ നീഡ്സ് കാര്യങ്ങളൊക്കെ ഡിസ്കവർ ചെയ്യാനും, അതേപോലെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സ്കിൽസ് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ടോ എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ. ഓക്കെ. Supervision gives teachers security and improve confidence in their capacity to solve problems. Supervision എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സ് ഒരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക്, നല്ലൊരു സെക്യൂരിറ്റിയും അവരുടെ കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു അല്ലെങ്കിൽ അവർക്ക് സ്വയം പ്രോബ്ലംസ് കാര്യങ്ങൾ സോൾവ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മള് ഒരു കെയർ, ജസ്റ്റ് ഒരു ചെറിയ തലോടല് അല്ലെങ്കിൽ സ്നേഹത്തോടെ ഒരു കാര്യം പറയുന്നതിലൂടെ കുട്ടികൾക്ക് നല്ലൊരു എന്താ പറയുക നല്ലൊരു കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടും. പിന്നെ അവർക്ക് ഒന്ന് ചെയ്ത് നോക്ക്, തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല, ഒന്ന് ചെയ്ത് നോക്ക് എന്ന് പറയുമ്പോൾ ആദ്യം ചിലപ്പോൾ അവർക്ക് മിസ്റ്റേക്ക് ആയിരിക്കും, പിന്നെ ചെയ്യുമ്പോൾ അവര് ടീച്ചർ പറഞ്ഞല്ലേ എന്നാലും ഞാൻ ചെയ്ത് നോക്കാം ശരിയായാലോ എന്ന് വിചാരിച്ച് നല്ലൊരു ധൈര്യത്തോടു കൂടി അവരതെന്ത് ചെയ്യും, കറക്റ്റ് ആയിട്ട് ചെയ്യും. ഓക്കെ. അപ്പൊ സൂപ്പർവിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു കുട്ടിയുടെ ലൈഫിൽ. സൂപ്പർവിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും അവര് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതിനെ സൂപ്പർവിഷൻ എന്ന് പറയും. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു എയിം എന്ന് പറയുന്നത് സെൽഫ് ഡയറക്റ്റീവ്സ് ആക്കുക, ടീച്ചേഴ്സിന് സ്വയം നിർദ്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കുക, സ്വയം അഭിപ്രായങ്ങൾ, സ്വയം സജഷൻസ് പറയാനായിട്ട് അവരെ പ്രാപ്തരാക്കുക എന്നത് സൂപ്പർവിഷന്റെ ഒരു എയിമാണ്. പിന്നെ സൂപ്പർവിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരിക്കുലം സൂപ്പർവിഷനും കരിക്കുലം ഡെവലപ്മെന്റും റെസിപ്രോക്കൽ ആണ്, ഒന്ന് മറ്റൊന്നിനോട് പരസ്പരം ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മള് കരിക്കുലത്തിന് മാത്രം ഫോക്കസ് ചെയ്താൽ പോരാ, അവരുടെ സൂപ്പർവിഷനും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തിയും കൂടി വേണം. ഗുഡ് സൂപ്പർവിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ജനാധിപത്യപരമായിട്ട് വേണം നമ്മൾ കറക്റ്റ് ആയിട്ട് അവരെ സൂപ്പർവൈസ് ചെയ്യാൻ. ക്രിയേറ്റീവ് ആയിരിക്കണം, പാർട്ടിസിപ്പേറ്റീവ് ആയിരിക്കണം, കോൺട്രിബ്യൂട്ടീവ് ആയിരിക്കണം. ഓക്കെ. കറക്റ്റ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെ, എല്ലാ കുട്ടികളെയും കറക്റ്റ് ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യാനൊക്കെ പറ്റണം. ഒരു ടീച്ചർക്ക് ഒരു കുട്ടിയുടെ നീഡ്സും അവരുടെ സ്കിൽസിന്റെ ഡെവലപ്മെന്റ്സും അല്ലെങ്കിൽ അവരിൽ വരുന്ന മാറ്റങ്ങളും ഒബ്സർവ് ചെയ്യാനായിട്ട് സൂപ്പർവിഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കുട്ടികള് സൂപ്പർവിഷൻ ഗീവ്സ് ടീച്ചേഴ്സ് സെക്യൂരിറ്റി. നമ്മൾ കുട്ടികൾക്ക് ഒരു ഫീൽ ഓഫ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യണം. അവരെ ടീച്ചർ സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്, പേടിച്ചിട്ടാണെങ്കിലും അവർ കറക്റ്റ് ആയിട്ടുള്ള വർക്ക് ചെയ്യാം. കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനും സൂപ്പർവിഷൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ. ഞാൻ ഇന്നലെ റിപ്പബ്ലിക് ഡേ പരേഡ് ഉണ്ടായിരുന്നേ. അപ്പൊ എന്റെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് ഞാൻ MPTA പ്രസിഡന്റാണ്. അപ്പോൾ എന്നോട് കുട്ടികൾ ടീച്ചേഴ്സിനെ പ്രതിനിധീകരിച്ച് കുട്ടികളെ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പൊ പ്രിൻസിപ്പാൾ വിളിച്ചു പറഞ്ഞു. അപ്പൊ ഞാൻ പോയി. അപ്പൊ എനിക്ക് അറിയില്ലായിരുന്നു, ഈ സ്കേറ്റിംഗ് പഠിപ്പിക്കണ ടീച്ചറും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ചെന്നിട്ട് എന്നോട് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. കോർപ്പറേഷൻ ഓഫീസിൽ വെച്ചിട്ടായിരുന്നു, അവിടെയായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അവിടെ പോയി പരേഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞങ്ങളവിടെ സൈൻ ചെയ്ത് കൊടുത്തു. ഞാൻ സൈൻ ചെയ്ത് കൊടുത്ത ഞങ്ങളുടെ സ്കൂളിൽ നിന്ന്. അപ്പൊ MPTA ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോ പരേഡിന് പോയപ്പോ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് കുട്ടികൾ. കാരണം റോഡിലൂടെയാണല്ലോ പോണത്. അപ്പൊ അവര് ഭയങ്കര സേഫ് അല്ല. അപ്പൊ അവർക്ക് നല്ലൊരു ഒരു പ്രൊട്ടക്ഷൻ വേണം. അപ്പൊ അവർക്ക് ഒരു അതിർത്തി നിർണയിച്ച് കൊടുക്കണം അവർക്ക് സ്കേറ്റിംഗ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശരിക്കും ടീച്ചേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി ശരിക്കും നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകാൻ പറ്റും. കുട്ടികളെ എങ്ങനെ കൊണ്ടുപോകണം, അതുപോലെ അവരുടെ കുറവുകൾ, അതുപോലെ അവരുടെ എന്തെങ്കിലും പലതും എനിക്ക് അതിൽ നിന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റി. എനിക്കിപ്പോ മാം ക്ലാസ് എടുത്തപ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, ഇന്നലെ ആയിരുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് അതിൽ 3rd പ്രൈസ് കിട്ടി സ്കൂളിന്. അങ്ങനെ ഞാൻ ഇപ്പൊ ട്രോഫി ഒക്കെ കൊണ്ടു കൊടുത്തു സ്കൂളിലേക്ക്. ഇപ്പൊ തന്നെ വന്നോളാം. എന്റെ മോനും ഉണ്ടായിരുന്നു സ്കേറ്റിങ്ങിന്, അതുകൊണ്ട് അപ്പൊ അവനെ കൊണ്ട് കൊടുപ്പിച്ചു. അപ്പൊ പ്രിൻസിപ്പാള് കൺഗ്രാജുലേഷൻ ഒക്കെ പറഞ്ഞാണ് പോകുന്നു. പക്ഷെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ടീച്ചേഴ്സിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി എനിക്ക് അതിൽ നിന്ന് മനസ്സിലായി എന്ന് പറയാം. അതിൽ പോയപ്പോ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് അറിയണ്ടായിരുന്നില്ല, ഇതിൽ പോയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കിയത്. താങ്ക് യു. ഓക്കെ.
അപ്പോ നമ്മളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നിസ്സാരമല്ല. കാരണം നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസും കാര്യങ്ങളും നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. നമ്മൾ അസൈൻ ചെയ്യുന്ന ഡ്യൂട്ടീസും കാര്യങ്ങളും നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോ പ്രിൻസിപ്പിൾസ് ഓഫ് സൂപ്പർവിഷൻ ഒന്ന് റീഡ് ചെയ്യാമോ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും സൂപ്പർവിഷനെ കുറിച്ച് മനസ്സിലായോ? യെസ് മാം. ഇനി നമുക്കൊരു ഡിസ്കഷനിലേക്ക് വരാം. ടീച്ചേഴ്സ്, നിങ്ങൾ എന്താണ് ടീച്ചേഴ്സിന്റെ, അതായത് ടീച്ചേഴ്സ് എന്തെല്ലാം കാര്യത്തിലാണ് സൂപ്പർവൈസ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ അഭിപ്രായപ്പെടുന്നത്? ഞാൻ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ടെസ്റ്റ് പറഞ്ഞില്ലേ, ഒരു ഫംഗ്ഷൻ നടന്ന സമയത്ത് ടീച്ചേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് കുട്ടികൾക്ക് ഒരു പ്രോബ്ലംസും വരാത്ത രീതിയിൽ കറക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ കറക്റ്റ് ആയിട്ട് അവർ എന്ത് ചെയ്യാം, മോണിറ്റർ ചെയ്യുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ്? ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്തമാണ്. കാരണം അതേപോലെയാണ് പാരന്റ്സ്. സ്വയം വിശ്വസിച്ചിട്ടാണ് പാരന്റ്സ് ആരിലേക്ക് ഏൽപ്പിക്കുന്നത്? നിങ്ങളെ പോലത്തെ ഫാക്കൽറ്റീസിന്റെ അടുത്തേക്ക് കുട്ടികളെ നല്ല കോൺഫിഡന്റ് ആയിട്ടല്ലേ നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ കുട്ടികളെ അവരുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നത്. അപ്പൊ ശരിക്കും കുട്ടികളെ സംബന്ധിച്ച് ഏതൊരു കാര്യത്തിലും ആരാണ് കൂടുതൽ സൂപ്പർവൈസ് ചെയ്യേണ്ടത്? ടീച്ചേഴ്സ് ആണ്. അപ്പോ നിങ്ങൾ ടീച്ചർ ആവുകയാണെങ്കിൽ എന്തെല്ലാം കാര്യത്തിലായിരിക്കും നമ്മൾ സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് സമ്മർദ്ദം ചെയ്ത് പറയാൻ പറ്റുമോ? ഞാൻ ടീച്ചർ ആണെങ്കിൽ ഞാൻ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കും എന്നുള്ള രീതിയിൽ. മനസ്സിലായില്ലേ? മനസ്സിലായോ? നീ പറഞ്ഞു നോക്കിയേ. ശ്രുതി പറ ഫസ്റ്റ്. മാം, ഞാൻ പറയുന്നത് എന്റെ പിള്ളേര് സ്കൂളിൽ ഫേസ് ചെയ്ത കുറച്ച് പ്രോബ്ലം ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. അത് തെറ്റാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. മെയിൻ ആയിട്ട് ഈ KG പിള്ളേർക്ക് വന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിൽ ത്രൂ ഔട്ട് ഇംഗ്ലീഷിലാണെങ്കിൽ അവർക്ക് മനസ്സിലാവില്ല. അപ്പൊ ടീച്ചേഴ്സ് മാക്സിമം അതൊന്ന് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു എനിക്ക് അത് തോന്നിയ കാര്യമാണ്. എന്താന്ന് വെച്ചാൽ അവര് എല്ലാ പിള്ളേർക്കും അത് മനസ്സിലാവണമെന്നില്ല. എന്റെ മോള് 2-3 പ്രാവശ്യം അത് എന്താണെന്ന് മനസ്സിലാവാണ്ട് ആൻസേഴ്സ് എഴുതാണ്ട് വന്നിട്ടുണ്ട്. എന്നോട് പറഞ്ഞു മാം, അത് എല്ലാ ടീച്ചേഴ്സ് ഇപ്പൊ ചിലപ്പോ അവരുടെ ക്ലാസ് ടീച്ചറാണ് സൂപ്പർവൈസിങ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ പറയാറുണ്ട്. സപ്പോസ് ചില സമയത്ത് വേറെ PT അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ് മിസ് അങ്ങനെയൊക്കെ ഇടയ്ക്ക് അവർ മാറ്റി വിടുമ്പോൾ അവരത് ചെയ്യുന്നില്ല. ക്വസ്റ്റ്യൻ പേപ്പർ കൈ കൊടുക്കുകയാണ്, പിള്ളേരെ ആൻസർ എഴുതാൻ പറയണം. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. മാം, അത് ശരിക്കും പറഞ്ഞ രണ്ടിലും ഉണ്ടായിരുന്നു. ഇപ്പൊ ശരിക്കും ഈ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. വേറെ മിസ് വന്നപ്പോ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തില്ല. സോ അത് അവള് തെറ്റിച്ചു കൊണ്ടുവന്നു. അവൾക്ക് മനസ്സിലായില്ല മലയാളത്തിൽ എന്താന്നുള്ളത്. അത് ആരെങ്കിലും ഒരാളിങ്ങനെ പേടിയില്ലാതെ ഒന്ന് മിസ്സിനോട് പറയാനുള്ള ആ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മേ ബി കൊച്ചു എണീറ്റ് ചോദിച്ചേനെ, മിസ് ഇതൊന്ന് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുമോന്ന്. അപ്പൊ അതൊന്ന് എനിക്കൊരു ഇതായിട്ട് എനിക്ക് തോന്നി മിസ്. ഓക്കെ, നെക്സ്റ്റ്. സാധാരണ എല്ലാ ടീച്ചർമാരും പറഞ്ഞു കൊടുക്കുന്നത് KG സെഷനിലൊക്കെ ടീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാറുണ്ട്. എക്സാം ആണെങ്കിലും അവർ കൂടുതൽ ടൈം എടുത്ത്
ഓരോ കാര്യങ്ങളും ആക്ടിവിറ്റീസും കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് കുട്ടികളിൽ നിന്ന് ആൻസർ വാങ്ങിക്കാൻ നല്ല ടഫാണ് ട്ടോ. അവര് പറഞ്ഞു തരണം മാർക്ക് ചെയ്യുന്നൊക്കെയുള്ളത് അത്യാവശ്യം നല്ല ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ്സാണ്. കുട്ടികളോട് ചിലപ്പോൾ എഴുതാൻ പറയുമ്പോൾ തിരിച്ചെഴുതി വെക്കും. പക്ഷെ സാധാരണ എല്ലാ ടീച്ചേഴ്സും അങ്ങനെ ചെയ്യാറുണ്ടെന്നാണ് എനിക്കറിയുന്നത്. എനിക്ക് പരിചയമുള്ള ടീച്ചേഴ്സൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. മാം ക്ലാസ് ടീച്ചേഴ്സ് ആണെങ്കിൽ അത് ഓക്കെയാണ്. ഈ മാറ്റി വിടുന്ന ടീച്ചേഴ്സ് സംടൈംസ് അങ്ങനെ ചെയ്യാറില്ല. പിന്നെ മിസ് ഇനിയൊരു കാര്യം പറഞ്ഞോട്ടെ, ഇപ്പോ ഒരു കുട്ടിക്ക് ഇപ്പോ ഒരു ക്ലാസ്സിൽ ഒരു സ്കൂളിൽ ആനുവൽ ഡേയോ എന്തെങ്കിലും ഒരു പ്രോഗ്രാം വരുമ്പോ ഹോസ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യിപ്പിക്കൂല്ലേ ഹോസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ നോക്കിയ വരെ ഒരു സ്കൂളാണെങ്കിൽ ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ LKG ഏത് കുട്ടീനാണോ അവർ സെലക്ട് ചെയ്യുന്നത്, +2 വരെ ആ കുട്ടിയാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് എന്താന്ന് വെച്ചാൽ ബാക്കിയുള്ള പിള്ളേർക്ക് ആഗ്രഹമുണ്ട് നല്ലപോലെ ചെയ്യണമെന്ന്, അപ്പൊ ഇവരത് ഒരു ചാൻസ് പോലും കൊടുക്കാറില്ല. അതെ, അത് ശരിയാണ്. നമ്മള് ഇവരെ കൊണ്ടുപോകണല്ലോ, ഇപ്പൊ ജില്ലയിലേക്ക് സബ് ജില്ലയിലേക്ക് കൊണ്ടുപോകുമ്പോ കുറെ കുട്ടികളെ സെലക്ട് ചെയ്യലുണ്ട് ഓരോ പരിപാടിക്ക് വേണ്ടിയിട്ട്. അത് ഓരോ ടീച്ചേഴ്സാണ് സെലക്ട് ചെയ്യണത്. അപ്പൊ എന്റെ മോൾക്ക് ഇതില് വർക്ക് എക്സ്പീരിയൻസിന് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പൊ അവള് ചെയ്തു. അപ്പൊ അവള് 5ാം ക്ലാസ്സിൽ പഠിക്കണേ. അപ്പൊ കൂടുതലും അവര് നോക്കുന്നത് 7ാം ക്ലാസ്സിലെ കുട്ടികളെയാണ്. അപ്പൊ 7ാം ക്ലാസ്സിൽ കുട്ടി ചെയ്തിട്ടില്ലെങ്കിലാണ് ഇവരെ സെലക്ട് ചെയ്യണുള്ളൂ. അപ്പൊ അവൾക്ക് അതൊരു വിഷമം. അപ്പൊ 7ാം ക്ലാസ്സിലെ കുട്ടി ചെയ്യാണ്ടായപ്പോ ഇവളെ സെലക്ട് ചെയ്തു. അപ്പൊ അവള് വന്ന് എന്നോട് വിഷമം പറഞ്ഞു, 7ാം ക്ലാസ്സിലെ കുട്ടി ചെയ്യാത്ത കാരണമാണ് അമ്മ എന്നെ സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞു. അവൾക്ക് ഭയങ്കര താല്പര്യമാണ് അതിന് പോകാനായിട്ട്. അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. അപ്പൊ അത് ടീച്ചേഴ്സ് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എനിക്ക്. അപ്പൊ ഞാൻ അത് മീറ്റിങ്ങിൽ പറയുകയും ചെയ്തു, അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. അത് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, എല്ലാ കുട്ടികൾക്കും പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പൊ അതങ്ങനെ ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മളിപ്പോ ആനിവേഴ്സറിക്കും കിഡ്സ് ഫെസ്റ്റ് ഒക്കെ വരുമ്പോ സ്കൂളില് എന്റെ അഭിപ്രായത്തില് ടീച്ചേഴ്സ് ഇങ്ങനെ ഒരു ഉത്തരവാദിത്വം തന്നെ ചെയ്യുക, അങ്ങനെയല്ല എല്ലാത്തിലും എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എനിക്കിത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, എന്തെങ്കിലും ചാർജുകൾ കൊടുത്തിട്ടുണ്ടാവുമല്ലോ പ്രിൻസിപ്പൾ, അപ്പോൾ അത് മാത്രമേ ചെയ്യുള്ളൂ. അങ്ങനെ ചെയ്ത് നിൽക്കരുതെന്നാണ് എന്റെ അഭിപ്രായത്തില്. ചില ടീച്ചേഴ്സ് ഞാൻ അങ്ങനെ ചെയ്യണ കണ്ടിട്ടുണ്ട്. അവർ എന്നോട് അതാ പറഞ്ഞിരിക്കണേ അല്ലെങ്കിൽ ഇതാ പറഞ്ഞിരിക്കണേ, അതുകൊണ്ട് ഞാൻ അത് ചെയ്യില്ല, അങ്ങനെ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം അതിൽ വിഷമിക്കുന്നത് കുട്ടികളായിരിക്കും. കാരണം അവരത് ചെയ്യില്ല എന്ന് പറയുമ്പോഴേ ചില ടീച്ചേഴ്സ് അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അത് ഓർമ്മിച്ചു. പിന്നെ ശ്രുതി പറഞ്ഞത് ശരിയാ, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കാര്യം. അത് ചെറിയ കുട്ടികൾക്ക് ആവുമ്പോൾ അത് മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോ അവരൊക്കെ അത് ചാർജുള്ള ടീച്ചേഴ്സ് ആണെങ്കിൽ അവരത് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിന്റെ മീനിങ് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ചിലർ പുതിയ ടീച്ചേഴ്സ് വരുമ്പോഴോ അല്ലെങ്കിൽ ചാർജ് ഇല്ലാത്ത ടീച്ചേഴ്സ് ആകുമ്പോഴോ അവരത് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാവണില്ല. അപ്പോൾ അവർക്കത് മനസ്സിലാവാണ്ട് അതിന്റെ മാർക്ക് പോയി എന്നുള്ള വിഷമം നമ്മുടെ അടുത്ത് വന്ന് പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോ അങ്ങനെ ആകുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം എഴുതി കഴിഞ്ഞല്ലോ പേപ്പർ, പിന്നീട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് നമുക്ക് പറയാൻ തന്നെ പറ്റുള്ളൂ. പിന്നെ മാർക്കൊക്കെ പോയി തന്നെ. അങ്ങനെ ചില ഇഷ്യൂസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ അറിഞ്ഞത് ഞാൻ പറഞ്ഞു തന്നുള്ളൂ. ഓക്കെ. പിന്നെ മിസ് അറ്റാച്ച് പറഞ്ഞാൽ ഇപ്പൊ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുമ്പോ ടീച്ചേഴ്സ് നോക്കുമ്പോ അത് എന്റെ ക്ലാസ്സിലെ പിള്ളേരല്ല, വേറെ ക്ലാസ്സിലെ പിള്ളേരാ എന്നും പറഞ്ഞ് മാറിയിരിക്കണം. അങ്ങനെയൊക്കെ ഉള്ള ഒരു പാർട്ടീഷനൊക്കെ ചില സ്കൂളുകളിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഏത് പിള്ളേരാണെങ്കിലും നമ്മുടെ പിള്ളേരാണെന്ന് വിചാരിക്കുകയാണ് ടീച്ചേഴ്സ് എല്ലാവരും ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആസ് എ ടീച്ചർ എന്ന നിലയ്ക്ക് എനിക്ക് ഒരു അഭിപ്രായം പറയാനുള്ളത്, നമ്മുടെ ടീച്ചറിന്റെ വീട്ടിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് അവിടെ സ്കൂളിൽ കൊണ്ട് ചെല്ലാതെ അവരോട് സ്നേഹത്തോടും നല്ല രീതിയിൽ പെരുമാറണം. നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് പിള്ളേരോട് പെരുമാറാതിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ മാം. ശരിയാട്ടോ. നിങ്ങൾ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് തുടങ്ങുന്ന സമയത്തൊക്കെ ആയിരിക്കും നമുക്ക് ഫാമിലിയിലോ അല്ലെങ്കിൽ നമുക്ക് പേഴ്സണലിയോ ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്യും. നമ്മൾ വ്യക്തികളാണ്, ഹ്യൂമൻസ് ആണ്, നമ്മളും ഒരുപാട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സിറ്റുവേഷനിലൂടെ കടന്നു വരുന്നത്. പക്ഷെ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ക്ലാസ് ഓപ്പൺ ചെയ്തതിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ എന്റെ പ്രോബ്ലംസ് ഒക്കെ ഞാൻ ആ ക്ലാസ്സിന് പുറത്ത് വെച്ചിട്ടായിരിക്കും ഈ ഒരു ക്ലാസ്സിനുള്ളിലേക്ക് വരുന്നത്. സോ ക്ലാസ്സിന് കഴിഞ്ഞ് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ആ ഒരു ഇഷ്യൂ നമ്മുടെ മൈൻഡിലേക്ക് വരാനായിട്ട് പാടില്ല. ക്ലാസ്സിന്റെ ആയാലും എന്തായാലും എന്തൊരു ഇഷ്യൂസ് ഉണ്ടെങ്കിലും നമ്മുടെ ക്ലാസ്സിന്റെ ആ ഒരു ഡോറിന് പുറത്ത് വെച്ചിട്ട് വേണം ക്ലാസ്സിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട്. ഓക്കെ. പിന്നെ അതേപോലെ നിങ്ങൾ കുഞ്ഞു കുട്ടികളെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. കാരണം പേഷ്യൻസ് അത്രയും വേണ്ട ഒരു സിറ്റുവേഷനാണ്.
അത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. പേഷ്യൻസ് എന്ന് പറയുന്ന കാര്യം അത്യാവശ്യം നന്നായിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ നമ്മുടെ കൺട്രോൾ പോകും. ശ്രദ്ധിച്ചിട്ടോ? നമുക്ക് അത്രയും ചെറിയ കാര്യമാണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മുടെ പെട്ടെന്ന് ചൂടാവും. ഇപ്പൊ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മക്കളോടാണെങ്കിൽ പോലും ചെറിയ ഇഷ്യൂസ്, നമ്മൾ എന്തെങ്കിലും പേഴ്സണലി എന്തെങ്കിലും പ്രോബ്ലംസ് ആണ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ മക്കൾക്ക് അത് നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ അവര് ചെറിയ കാര്യം ചെയ്യുമ്പോഴേക്കും കുറുമ്പ് കാണിക്കുമ്പോഴേക്കും നമ്മൾ പെട്ടെന്ന് ഷൗട്ട് ചെയ്യും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം അവരുടെ മൈൻഡ് എന്ന് പറഞ്ഞാല് വളരെ സോഫ്റ്റ് ആണ്. അല്ലെങ്കിൽ അത് അവരെ മെന്റലി അത് അഫക്ട് ചെയ്യും. പെട്ടെന്ന് എന്താ ഇമോഷണലി ഡൗൺ ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അമ്മേനെ ചീത്ത പറഞ്ഞു, അമ്മേനെ വഴക്ക് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഒരിക്കലും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ സ്കൂളിലേക്ക് ക്യാരി ചെയ്തുകൊണ്ട് വരാണെങ്കിൽ തന്നെ ആ ക്ലാസ്സിനെ പുറത്ത് വെച്ചിട്ട് ക്ലാസ്സിലേക്ക് എൻ്റർ ആവാം. ആ ഒരു ടൈം ഒരു 1 hour ആയിരിക്കും ചിലപ്പോൾ ക്ലാസ്. ആ ഒരു ടൈമിൽ നമ്മൾ ആ ഒരു പ്രോബ്ലം ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ ആണോ? ഓക്കെ മാം. കുട്ടികൾ നമ്മുടെ ഫേസിലേക്ക് ശ്രദ്ധിക്കണം. നമ്മള് ഹാപ്പി ആണെങ്കിൽ അവര് ഹാപ്പി ആവും. നമ്മൾ ഇത്തിരി ഡിസ്റ്റർബൻ്റ് ആണ് അവരും ഇത്തിരി ഇതായി പോവും. അപ്പൊ ഞാൻ മോണ്ടിസോറി സ്കൂളിൽ ടീച്ചേഴ്സ് പ്രാക്ടീസിന് പോയപ്പോഴേ ഞാൻ അവിടെ പ്ലേ സ്കൂളുണ്ട്, അതുപോലെ തന്നെ LKG UKG ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മള് അവിടെ മെയിൻ ടീച്ചർ പറഞ്ഞു അവിടെ എല്ലാവരും കൂടി ഒരു ദിവസം എന്നെ കയ്യിൽ തന്നു. അപ്പൊ എന്നോടൊന്ന് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞു, മാനേജ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഓക്കെ ഞാൻ പറഞ്ഞു എനിക്കിപ്പോ അങ്ങനെ ഞാനിപ്പോ പ്ലേ സ്കൂളിലെ കുട്ടികളെയും നേഴ്സറി സ്കൂളിലെ കുട്ടികളെയും ഞാൻ മാറി മാറി ഞാൻ അവരെ നോക്കും. കാരണം ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പ്ലേ സ്കൂളിലെ കുട്ടികളെ അടുത്തേക്ക് പോകും. അപ്പൊ അവരുടെ അടുത്തേക്കും ഞാൻ അങ്ങനെ വേർതിരിവൊന്നും കാണിക്കാറില്ല എന്ന് പറഞ്ഞതാണ്. നമ്മൾ ടീച്ചേഴ്സ് അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അപ്പൊ ഞാൻ ആ കുട്ടികളെ എടുത്തു. അപ്പൊ ആ കുട്ടികൾക്ക് അറിയുമ്പോൾ ഞാൻ ആ കുട്ടികളെ എടുക്കും പോയിട്ട്. അപ്പോ ടീച്ചർ പറയും. അപ്പൊ പിന്നെ അതുപോലെ അവർ ഭക്ഷണം കഴിക്കണില്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ വാരി കൊടുക്കാൻ നോക്കും. അപ്പൊ വാരി കൊടുക്കുമ്പോൾ ടീച്ചർ പറയും അങ്ങനെ വാരി കൊടുത്ത് പഠിപ്പിക്കണ്ട, എന്നാലും ഇടയ്ക്ക് ഞാൻ ചെയ്യും. ഒരുപാട് തീരെ കഴിക്കണില്ലെങ്കിൽ അപ്പോ നേഴ്സറി സ്കൂളിൽ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോകും. അല്ലാണ്ട് ഞാൻ ഒരു വേർതിരിവ് കാണിക്കാറില്ല. എന്റെ ക്ലാസ്സിലത്തെ അല്ല, അങ്ങനെ ഒരു മൈൻഡിൽ ഞാൻ നിൽക്കാറില്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ. ഇനി നിങ്ങളുടെ ലൈഫില് നിങ്ങൾ ടീച്ചേഴ്സ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാവരും കുട്ടികളെ സൂപ്പർവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതേപോലെ തന്നെ ഒബ്സർവ് ചെയ്യണം. നമ്മുടെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളെ നല്ല രീതിയിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റണം. അവരുടെ ഓരോരുത്തരുടെ കഴിവ്, എല്ലാ കുട്ടികളും ഇൻഡിവിജ്വലി ഡിഫറെന്റ് ആണ്. നമ്മൾ ചാപ്റ്റർ ഒക്കെ പഠിച്ചു പറഞ്ഞ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർക്കും അവരുടേതായ കഴിവുകളും പോരായ്മകളും ഉണ്ട്. എന്താണ് കഴിവ്, എന്താണ് പോസിറ്റീവ്, അത് നമ്മൾ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് നല്ലൊരു വേയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നയിക്കുകയാണ് വേണ്ടത്. നമ്മൾ ഓരോ ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്തമാണത്. ഓക്കെ. അപ്പോ താങ്ക് യു ഓൾ. ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഞാൻ പറയാമോ? ഓക്കെ, അസീന പറഞ്ഞോളാം. Sign out. Today, Barna ma'am is the chapter supervising and reporting. The class was very informative and helpful. I sincerely thank ma'am for the wonderful session. I would also like to express my gratitude to all my friends and everyone who attended the class. Thank you all. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.